കൂട്ടുകാരെ, ഞാൻ ആദിത്യ. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6th ഇയിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥയുമായാണ് എത്തിയിരിക്കുന്നത്. കഥയുടെ പേരെന്താണെന്നോ? കുഞ്ഞിക്കുരുവിയും പയറുമണിയും. അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ? എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ആ ആഗ്രഹങ്ങൾ നാം നമ്മുടെ മാതാപിതാക്കളോട് പറയുകയും ചെയ്യില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിക്കുരുവിക്കും ഒരാഗ്രഹം. എന്താണെന്നോ? വറുത്ത പയറ് തിന്നണം. അവൾ ഈ ആഗ്രഹം തൻ്റെ അമ്മക്കിളിയോട് പറഞ്ഞു. അമ്മക്കിളി തൻ്റെ കുഞ്ഞു മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പയറുമണി അന്വേഷിച്ച് പോകുവാൻ തുടങ്ങുന്ന നേരത്ത് അമ്മക്കിളി തൻ്റെ കുഞ്ഞു മകളോട് പറഞ്ഞു, മകളെ, വൈകുന്നേരമാകുമ്പോഴേക്കും പയറുമണിയുമായി ഞാൻ എത്താട്ടോ എന്ന്. ഇത് കേട്ടപ്പോൾ കുഞ്ഞു മകൾക്ക് സന്തോഷമായി. അങ്ങനെ അമ്മക്കിളി പയറിനായി അലഞ്ഞു. വൈകുന്നേരമായപ്പോൾ 2 നാഴി പയർ അണ്ണാഞ്ചേട്ടനാണ് കുഞ്ഞിക്കിളിക്ക് നൽകാനായി അമ്മക്കിളിയുടെ അടുത്ത് ഏൽപ്പിച്ചത്. അമ്മക്കിളി പയർ കഴിച്ചുണ്ടിൽ കടിച്ചു പിടിച്ച് വീട്ടിലേക്ക് പറഞ്ഞു. വീട്ടിലെത്തി മൺചട്ടി അടുപ്പത്ത് വെച്ച് പയർ വറുക്കുവാൻ ആരംഭിച്ചു. പയർ വറുക്കുവാൻ ആരംഭിച്ചത് മുതൽക്ക് നമ്മുടെ കുഞ്ഞിക്കിളിക്ക് കൊതി വന്നു തുടങ്ങി. കൊതി കാരണം കുഞ്ഞിക്കിളി അമ്മയുടെ അടുത്ത് 1 മണി പയർ ചോദിച്ചു. അമ്മ പറഞ്ഞു, ഇത് അല്പനേരം ക്ഷമിക്കും മോളെ, ഇതൊന്നാവട്ടെ. പയറുമണി ചുവന്ന് തുടുത്തു. പാകം നോക്കിയതിന് ശേഷം പയറിട്ടിരുന്ന മൺചട്ടി അമ്മക്കിളി അടുപ്പത്ത് നിന്നും വാങ്ങി വെച്ചു. വീണ്ടും കുഞ്ഞിക്കിളി ചോദിച്ചു, അമ്മേ, 1 മണി പയർ തരുമോ? അപ്പോൾ അമ്മക്കിളി പറഞ്ഞു, ഇതൊന്ന് ചൂടാറട്ടെ മോളെ. അമ്മക്കിളി ഇത് പറഞ്ഞതിന് ശേഷം ചട്ടിയുടെ അടുത്ത് നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറി. ഈ തക്കത്തിന് നമ്മുടെ കുഞ്ഞിക്കിളി എന്ത് ചെയ്തെന്നോ? ഈ പയറുമണി കൊറിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. എന്തെന്നോ? അയ്യോ അമ്മേ, വേദനിക്കുന്നേ. ഇതായിട്ട് നമ്മുടെ അമ്മക്കിളി ഓടി വന്നു നോക്കി. അപ്പോൾ എന്താണെന്നോ? നമ്മുടെ കുഞ്ഞിക്കിളിയുടെ വായെല്ലാം പൊള്ളി കുഞ്ഞിക്കിളി വേദന കൊണ്ട് പുളയുകയായിരുന്നു. അപ്പോൾ അമ്മക്കിളി പറഞ്ഞു, വേവോളം ഇരിക്കാമെങ്കിൽ 6ഓളം ഇരുന്നൂടെ? ഇത് കേട്ട് നമ്മുടെ കുഞ്ഞിക്കിളി അനുസരണയോടെ മൂളി. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം ഇതാണ്: ഏത് കാര്യവും ക്ഷമയോടെ ചെയ്യണം, എങ്കിലേ നമുക്കതിൻ്റെ കൃത്യമായ ഫലം ലഭിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം. ഇതങ്ങനെ